അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ ബ്രിട്ടൻ ടേൺസ് ടു ഇന്ത്യ. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പെർമനന്റ് സെറ്റിൽമെന്റ് ആൻഡ് റോഡ് വാരി സെറ്റിൽമെന്റ് ആണ്. പിന്നെ ഇൻഡിഗോ കൾട്ടിവേഷൻ ആണ് നമ്മള് ആലോചിച്ച ഓരോ പറഞ്ഞു കഴിഞ്ഞ ഓരോ ടോപ്പിക്സ് എന്ന് പറയുന്നത് അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? ഇറ്റ് ഈസ് ബ്രിട്ടൻ ടേൺസ് ടു ഇന്ത്യ. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രം ദ ലാസ്റ്റ് ഡിക്കേഡ്സ് ഓഫ് 18th century. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഇൻഡിഗോ കൾട്ടിവേഷൻ ഇൻ ബംഗാൾ എക്സ്പാൻഡഡ് റാപ്പിഡ്ലി ആൻഡ് ബംഗാൾ ഇൻഡിഗോ കെയിം ടു ഡോമിനേറ്റ് ദ വേൾഡ് മാർക്കറ്റ്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഈ ഒരു ഇൻഡിഗോ ബംഗാളിലുള്ള ഈ ഒരു ഇൻഡിഗോ കൾട്ടിവേഷൻ ഈ ലോകം മൊത്താകെ എന്താണ് പടർന്നു പന്തലിച്ചു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ 1788 1788 only about 30% of indigo imported in Britain was from ഇന്ത്യ. 1788 30% ഇൻഡിഗോ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. ഇന്ത്യയിലെ പ്രൊഡക്റ്റ് ഇൻഡിഗോ ആണ് അവിടെ എത്തിയത്. അങ്ങനെ 1788 നിന്ന് 1810 ആ ഒരു വർഷത്തിലേക്ക് വന്നപ്പോ the proportion had gone up to 95%. 30% ആയിരുന്നു നമ്മൾ ബ്രിട്ടന് 1788 ഇൻഡിഗോ പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ അത് 1810 എത്തിയപ്പോ അതിന്റെ പെർസെന്റേജ് 95% 30ൽ നിന്ന് 95% ആയിട്ട് ഉയർന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അങ്ങനെ ആസ് ദ ഇൻഡിഗോ ട്രേഡ് ഗ്രൂ, അങ്ങനെ ഇൻഡിഗോ ട്രേഡ് പടർന്ന് പന്തലിച്ചു അല്ലെ. കൊമേഴ്ഷ്യൽ ഏജന്റ്സ് ആൻഡ് ഒഫീഷ്യൽസ് ഓഫ് ദ കമ്പനി ബിഗെയിൻ ഇൻവെസ്റ്റിംഗ് ഇൻ ഇൻഡിഗോ പ്രൊഡക്ഷൻ. അങ്ങനെ കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഒഫീഷ്യൽസ് ഒക്കെ ഇൻഡിഗോ പ്രൊഡക്ഷനിൽ അവരുടെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തു അല്ലെ. ഓക്കെ, and over the years many company officials left their jobs to look after their indigo business. ആളുകള് ഇപ്പൊ ചെയ്തു പോകുന്ന ജോബ്സ് ഒക്കെ നിർത്തി ഇൻഡിഗോ കൾട്ടിവേഷനിലേക്ക് വന്നു അല്ലെ. and attracted by the prospect of high profit. ആളുകൾ ഈ ഒരു ഇൻഡിഗോ ബിസിനസ്സിലേക്ക് വരാൻ കാരണം കൂടുതൽ പ്രോഫിറ്റ്സ് ആളുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് അല്ലെ. ആൻഡ് ന്യൂമറസ് സ്കോട്ട്സ്മെൻ ഇംഗ്ലീഷ്മെൻ കെയിം ടു ഇന്ത്യ ആൻഡ് ബിക്കം പ്ലാന്റേഴ്സ്. പല രാജ്യത്തു നിന്നുള്ള ട്രേഡേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഇൻഡിഗോ പ്ലാന്റേഴ്സ് ആയി മാറി അല്ലെ. ആൻഡ് ഹൗ വാസ് ഇൻഡിഗോ കൾട്ടിവേറ്റഡ്? എങ്ങനെയാണ് ഇവർ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തത്? നമുക്ക് ഇൻഡിഗോനെ കുറിച്ച് അറിഞ്ഞാലോ. ഓക്കെ, and there were two main types of indigo cultivation എന്നാണ് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഇൻഡിഗോ കൾട്ടിവേഷൻ ഉണ്ട്, രണ്ട് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ഇറ്റ് ഇസ് ഫസ്റ്റ് വൺ നിഞ്ച് and second one rayoti. Okay, it is within the system of ninja cultivation. Ninja cultivation എന്താ ചെയ്യുന്നത്? The planter produced indigo in lands that he directly controlled. Planter ഒരു കൾട്ടിവേറ്റ് ചെയ്യുന്ന ആള് എന്താണ് മെയിൻലി അവരുടെ ലാൻഡ്സിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു, അത് ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നു ആ പ്ലാന്റർ. ഓക്കെ, and he either bought the land or rented it from other zamindars. എന്ന് വെച്ചാല് ചില പ്ലാന്റേഴ്സ് എന്ത് ചെയ്യും, അത് they produced indigo in lands. അവരുടെ ലാൻഡിൽ അവര് വാങ്ങിച്ച ലാൻഡിൽ ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്യും, അത് ഡയറക്ട്ലി അവർ കൺട്രോൾ ചെയ്യും. ഇത് മെയിൻലി അവർ ജമീന്ദാസിൽ നിന്ന് വാങ്ങിയ ലാൻഡ്സ് ആവാം. and produced indigo by directly employing hired laborers. പ്ലാന്റേഴ്സ് നല്ല വിലക്ക് ലാൻഡ് ജമീന്ദാസിന് കൈവന്ന് വാങ്ങിയിട്ട് ഈ ലേബറേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതാണ് നിഞ്ച് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്രോബ്ലം വിത്ത് നിഞ്ച് കൾട്ടിവേഷൻ. എന്ത് പ്രശ്നമാണ് നിഞ്ച് കൾട്ടിവേഷൻ മൂലം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, and the planters found it difficult to expand the area under niche cultivation. എന്തുകൊണ്ടാണ്? കൂടുതൽ ലാൻഡ് ആവശ്യം വരുന്നു നിഞ്ച് കൾട്ടിവേഷൻ. എന്തുകൊണ്ടാണ്? because indigo could be cultivated only on fertile lands. ഫലഭൂഷ്ടമായിട്ടുള്ള ലാൻഡിൽ മാത്രമേ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. and this were all already densely populated. ഇപ്പൊ ഈ ഒരു ഫലഭൂഷ്ടമായ ലാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആളുകൾ അവിടെ തിങ്ങി പാർക്കുന്ന അവസ്ഥയാണ് അല്ലെ. only small plots scattered over the landscape could be acquired. കുറെ സ്ഥലം, ചെറിയ ചെറിയ സ്ഥലങ്ങൾ മാത്രമേ ഇപ്പോൾ നുള്ളിപ്പെറുക്കാനായിട്ടുള്ളൂ ഇത്തരം ഇൻഡിഗോ കൾട്ടിവേഷൻ എന്നാണ് പറയുന്നത്.
And planters needed large areas, in compact blocks to cultivate indigo in plantation. ഇപ്പോ ഈ പ്ലാന്റേഴ്സിന് കൂടുതൽ ഏരിയ വേണം ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ. പക്ഷേ ഇപ്പോ ഈ ഫെർട്ടൈൽ സോയിൽ തപ്പി ഇറങ്ങിയ അത്രയൊന്നും ചെറിയ ചെറിയ പീസസ് അവിടെ ഇവിടെ ആയിട്ട് കാണും. പക്ഷേ ഇൻഡിഗോ എന്ന് പറയുമ്പോൾ ലാർജ് പീസ് ഓഫ് ലാൻഡ് ഒരുമിച്ച് വാങ്ങിയിട്ട് അങ്ങനെയാണ് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിഞ്ച് കൾട്ടിവേഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? നിഞ്ച് കൾട്ടിവേഷൻ ഓൺ എ ലാർജ് സ്കെയിൽ ഓൾസോ റിക്വയർഡ് മാനി പ്ലോക്സ് ആൻഡ് ബുള്ളക്സ്, അല്ലെ? കുറെ ഹാൻഡ് മെയ്ഡ് ടൂൾസും ബുള്ളക്സ് ഒക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇപ്പോ 1 baiga of indigo cultivation needs 2 plocks എന്നാണ് പറയുന്നത്. This meant that a planter with 1000 baigas would need 2000 plocks എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ കണക്ക്. നിഞ്ച് കൾട്ടിവേഷൻ നടത്തണമെങ്കിൽ a planter with 1000 baigas would need 2000 plocks ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇത്തരം പ്ലോക്സിൽ നിന്ന് പ്ലോക്സിന്റെ മേലെ കുറെ ഇൻവെസ്റ്റ്മെന്റ് അവർ മുടക്കും. അത് വളരെ ബുദ്ധിമുട്ടാണെന്നാ പറയുന്നത്, വലിയൊരു പ്രശ്നമാണ്. ഇൻവെസ്റ്റിംഗ് ഓൺ പർച്ചേസ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദിസ് പ്ലോക്സ് വാസ് എ ബിഗ് പ്രോബ്ലം എന്നാണ് പറയുന്നത്, അല്ലെ? എല്ലാ ഹാൻഡ് മെയ്ഡ് ടൂൾസിന് കൂടുതൽ പൈസ അവർ മുടക്കണം എന്നാണ് പറയുന്നത്. അത്തരം ഇതിന് കൂടുതൽ ഇൻവെസ്റ്റ് മുടക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്, അല്ലെ? ഓക്കെ, until the last 19th century, അങ്ങനെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എന്ത് സംഭവിച്ചു? Planters were therefore reluctant to expand the area under niche cultivation. അവരെന്ത് ചെയ്തു? കിട്ടിയ ലാൻഡിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരത് എക്സ്പാൻഡ് ചെയ്യാനൊന്നും നിന്നില്ല. Less than 25% of the land producing indigo was under the system. 25% താഴെയുള്ള ലാൻഡ്സിലൊക്കെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, and the rest was under an alternative mode of cultivation, the rayoti system. ഫസ്റ്റത്തെ ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യുന്ന നിഞ്ച് കൾട്ടിവേഷൻ, പക്ഷെ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് റയോട്ടി സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോ റയോട്ടി സിസ്റ്റം എന്താണ്? നിഞ്ച് കൾട്ടിവേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ചെറിയ ലാൻഡിൽ അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ. എന്ന് വെച്ചാൽ ഇത്ര ഇതിന് കൂടുതൽ അവര് പണി ലാൻഡിന് കൂടാതെ എക്സ്പെൻസ് എന്തിനും ഇതാക്കേണ്ടി വരും? പ്ലോക്സിനും ബുള്ളക്സിനും ഒക്കെ അവർ ഇതാക്കേണ്ടി വരും. ആൻഡ് ഇൻഡിഗോ ഓൺ ദ ലാൻഡ് ഓഫ് റയോട്ട്സ്, റയോട്ട്സിന്റെ ലാൻഡിൽ ഇൻഡിഗോ കൾട്ടിവേഷൻ ഇത് നോക്കിയാലോ. ഓക്കെ, അണ്ടർ ദ റയോട്ടി സിസ്റ്റം, റയോട്ടി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? ദ പ്ലാന്റേഴ്സ് വെർ ഫോഴ്സ്ഡ് ദ റയോട്ട്സ് ടു സൈൻ എ കോൺട്രാക്ട് ആൻഡ് എഗ്രിമെന്റ്, അല്ലെ? റയോട്ടി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ദ പ്ലാന്റേഴ്സ് അവിടെ എന്ന് വെച്ചാൽ മേൽനോട്ടം വഹിക്കുന്ന ആരുടെ കീഴിലാണോ ലാൻഡ്, ആ ലാൻഡ് മുതലാളിമാരായിട്ടുള്ള ആളുകള് അവിടെയുള്ള കർഷകരെ കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിക്കും. എന്താണത്? At times they pressurize the village headman to sign the contract on behalf of the ryots. അതുപോലെ തന്നെ വില്ലേജ് ഹെഡ്മാനും ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം. അപ്പൊ ആ ഒരു സൈൻ ചെയ്യലിന് പിന്നിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടാവുമല്ലോ ഇവർക്ക്. എന്താണ്? Those who signed the contract got cash advances from the planters at low rates of interest to produce indigo. ആ കോൺട്രാക്റ്റിൽ പറയുന്നത് വെച്ചാല് കോൺട്രാക്ട് സൈൻ ചെയ്തവർക്ക് ക്യാഷ് അഡ്വാൻസ് ആയി ലഭിച്ചു എന്ന് പറയുന്നതിലാണ് സൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അവര്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? when the crop was delivered to the planter after the harvest, അങ്ങനെ ഈ കർഷകര് ഈ ഉണ്ടായ ഇൻഡിഗോ ഒക്കെ ഇവർക്ക് കൊടുക്കുമ്പോൾ a new loan was given to the rayot. അവർക്ക് ഒരു പുതിയ ലോൺ ആ റയോട്ട്സിന് കൊടുക്കും. and the cycle started all over again. ഓക്കെ, അങ്ങനെ അത് തുടർന്നു പോകും. Peasants who were initially tempted by the loan soon realized how harsh the system was. അതിന്റെ റയോട്ടി സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർക്ക് ലോൺ പ്രൊവൈഡ്, അതിൽ നിന്ന് കൂടുതൽ പൈസ ഈടാക്കുന്ന ഒരു ഇതാണ് റയോട്ടി സിസ്റ്റം എന്ന് പെസൻസിന് മനസ്സിലായി. പക്ഷെ അവർക്ക് ഈ ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് വളരെ തുച്ഛം മാത്രമാണ്. ആൻഡ് സൈക്കിൾ ഓഫ് ലോൺസ്, ലോൺസിന്റെ സൈക്കിൾ അവസാനിക്കുന്നുമില്ല. അവരുടെ കയ്യിൽ നിന്ന് കുറെ റവന്യൂ ഈടാക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം പ്ലാന്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് there were other problems too. ഇത് കൂടാതെ വേറെയും പല പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? the planters usually insisted that indigo be cultivated on the best soils in which the peasants preferred to cultivate rice. അല്ലെ? ഈ
പ്രസൻസ് ഫാമേഴ്സിന് അറിയാം റൈസ് കൾട്ടിവേഷൻ നടക്കേണ്ട ഇത്തരം ടൈപ്പ് ഓഫ് സോയിലാണ്. അതുപോലെ തന്നെ ഇൻഡിഗോ ഏത് ലാൻഡിലാണ് ഏത് സോയിലാണ് കറക്റ്റ് കൾട്ടിവേറ്റ് ചെയ്യാൻ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുക അത് കറക്റ്റ് നോക്കണമെന്നാണ് പറയുന്നത്. ദ ഇൻഡിഗോ എന്ന് പറയുന്നത് മോറോവർ ഹാഡ് ഡീപ് റൂട്ട്സ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അത് ആഴത്തില് ഉള്ള വേരുകളാണ് ഇൻഡിഗോ എന്നുള്ളത്. ആൻഡ് ഇറ്റ് എക്സോസ്റ്റഡ് ദ സോയിൽ റാപ്പിഡ്. ഒരു പ്രാവശ്യം കൾട്ടിവേറ്റ് ചെയ്ത ആ സോയിൽ പിന്നെ വേറെ അതിന് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. ആൻഡ് ആഫ്റ്റർ ആൻ ഇൻഡിഗോ ഹാർവെസ്റ്റ് ദ ലാൻഡ് കുഡ് നോട്ട് ബി സോൺ വിത്ത് റൈസ്. ഇൻഡിഗോ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ റൈസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്ലൂ റിബല്യൻ ആൻഡ് ആഫ്റ്റർ. എന്താണ് ബ്ലൂ റിബല്യൻ? ഓക്കെ നോക്കിയാലോ. അങ്ങനെ മാർച്ച് 1859 മാർച്ച് മാസത്തില് തൗസൻഡ്സ് ഓഫ് റയോട്സ് കുറെ ആയിരക്കണക്കിന് കർഷകർ ബംഗാളില് ഇനി ഞങ്ങൾ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു വന്നു. ആസ് ദ റിബല്യൻ സ്പ്രെഡ്, ഈ ഒരു പ്രക്ഷോഭം എല്ലാ സ്ഥലത്തും പരന്നു കഴിഞ്ഞു കേട്ടോ. ദ റയോട്സ് റെഫ്യൂസ് ടു പേ റെന്റ്സ് ടു ദ പ്ലാന്റേഴ്സ്. ഇത്തരം ലോൺസും ഒന്നും അവർക്ക് പേ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഞങ്ങൾ പേ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ നിങ്ങൾക്കൊന്നും തരില്ല എന്ന് പെസൻസ് പറഞ്ഞു. ആൻഡ് അറ്റാക്ക് ദ ഇൻഡിഗോ ഫാക്ടറീസ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരെ ഇൻഡിഗോ ഫാക്ടറീസ് ഈ പ്രക്ഷോഭക്കാര് എന്തൊക്കെ പലതരത്തിലുള്ള ബോംബൊക്കെ ഇട്ട് നശിപ്പിച്ചു. Spears, bows, arrows. Women turned up to fight with pots, pans and kitchen implements. Okay, സ്ത്രീകളും അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഇവരൊക്കെ നശിപ്പിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങി കേട്ടോ. ഇതാണ് ഇൻഡിഗോ ഡൈ ഫാക്ടറി ഇൻ ബംഗാൾ 1867. And those who worked for the planters were socially boycotted, and the gomastas, agents of planters who came to collect rent, were beaten up. എന്ന് വെച്ചാല് ഈ പ്ലാന്റേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് ഒക്കെ അവരുടെ ജോലി ഉപേക്ഷിച്ചു. പിന്നെയോ ഈ ഏജന്റ്സ് പ്ലാന്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ആക്രമിക്കപ്പെട്ടു. ഈ ജനങ്ങള് ആക്രമിച്ചു ഇവരൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോ the riots swore they would no longer take advances to sow indigo nor be bullied by the planters Lethials, the lathi wielding stonksmen maintained by the planters. Okay, എന്ന് വെച്ചാൽ റയോട്സ് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പോളിസിയിലൊന്നും സൈൻ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്തരം ഇതില് ഒന്നും ഞങ്ങൾ ഇനി വീഴില്ല എന്ന് പ്രക്ഷോഭക്കാര് പറയുകയുണ്ടായി. അങ്ങനെ 1859 the Indigo riots felt that they had the support of the local zamindars and village headmen in their rebellion against planters. അങ്ങനെ ഈ ഫാമേഴ്സ് പറഞ്ഞു, ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്ത ഈ ഫാമേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ജമീൻദാസിന്റെ വില്ലേജ് ഹെഡ്മാന്റെ ഒക്കെ എന്തുണ്ടെന്നാ അവരുടെ ഒക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ട്. പിന്നെയോ and in many villages കുറെ ഗ്രാമങ്ങളില് headsmen who had been forced to sign indigo contracts mobilized the indigo peasants and fought peace battles with the Lethials. എന്ന് വെച്ചാൽ പല കോൺട്രാക്ട് ഇതും സൈൻ ചെയ്യിപ്പിച്ചല്ലോ കുറെ വില്ലേജ് ഹെഡ്സ്മാൻ. അവരൊക്കെ എന്ത് ചെയ്തു? ഇവരെയൊക്കെ അതിനെതിരെ ബാറ്റിൽസ് എന്ന് വെച്ചാൽ പല പ്രക്ഷോഭങ്ങളും ഈ ഒരു പ്ലാന്റേഴ്സിനെതിരെ നടത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, in other places, even the zamindars were bent around villages, urging the riots to resist the plant. Zamindars ഇവർക്ക് സപ്പോർട്ടായി വന്നു അല്ലെ, ഇവരൊക്കെ തച്ചുടയ്ക്കാൻ ഇവരൊക്കെ ഇതാക്കാന്ന് പറയുന്നത്. The zamindars were unhappy with the increasing power of plants. zamindars അത്ര ഹാപ്പി ഒന്നും ആയിരുന്നില്ല ഈ പ്ലാന്റേഴ്സിന് ലാഭം ഉണ്ടാക്കി കൊടുത്ത് ഇവർക്ക് അങ്ങനെ കിട്ടുന്നില്ലല്ലോ. And angry at being forced by planters to give them land on long leases. എന്ന് വെച്ചാല് അതുപോലെ തന്നെ ജമീന്ദാസിന് ദേഷ്യമായിരുന്നു ഈ ലാൻഡ് ഒക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഈ ലാൻഡ് വാങ്ങാൻ ഇവരെ ഫോഴ്സ് ചെയ്തിരുന്നു ഈ ജമീന്ദാസിന്. അതുകൊണ്ട് ജമീന്ദാസിന് ഇവരോട് ദേഷ്യമായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ പടർന്ന് പന്തലിക്കുന്ന കാണാൻ ജമീന്ദാസിന് അത്ര ഇഷ്ടമായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. The Indigo peasants also imagined that the British government would support them in their struggle against the planters. Indigo peasants പറഞ്ഞു also imagine that British government would support. British government ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും ഈ പ്ലാന്റേഴ്സിനെതിരെ വന്നതിന് എന്നുള്ള ഒരു ഇതാണ് അവരുടെ മനസ്സിൽ.
അങ്ങനെ ഈ ഒരു റിവോൾട്ട് കഴിഞ്ഞു. ആഫ്റ്റർ ദ റിവോൾട്ട് ഓഫ് 1857 the British government was particularly worried about the possibility of another popular rebellion. ഇനിയും ഈ ആളുകള് വേറൊരു പ്രക്ഷോഭം കൊണ്ടുവരുമെന്നു എന്ന് പേടിച്ചു ബ്രിട്ടീഷുകാർ കേട്ടോ. When the news spread of simmering revolt in Indigo district, ഈ ഒരു ഇൻഡിഗോ ഈ ഒരു കൾട്ടിവേറ്റേഴ്സ് ഒക്കെ ഇത്തരം പ്രക്ഷോഭങ്ങൾ ന്യൂസിലൂടെ എല്ലാ സ്ഥലത്തും പടർന്നു. The lieutenant governor toured the region in the winter of 1859. The riots saw the tour as a sign of government sympathy for their plight. അങ്ങനെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള അവര് ഈ റീജിയൻ ഒക്കെ 1859 ആ ഒരു ഇതിൽ വന്നിട്ട് എല്ലാം സന്ദർശിച്ചപ്പോ റയോട്സ് വിചാരിച്ചു ഇവര് ഗവർണർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വന്നതാണെന്നാണ് ഇവര് സിമ്പതി ഇതാക്കി വന്നതാണെന്ന് വിചാരിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. When in Barasat, the magistrate Ashley Aden issued a notice stating that riots would not be compelled to accept indigo contracts. അങ്ങനെ ബാരസാറ്റിലുള്ള അല്ലെ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ആഷ്ലി ഈഡൻ ഒരു നോട്ടീസ് ഇറക്കി. ഇനി റയോട്സ് ഇത്തരത്തിലുള്ള ഇൻഡിഗോ കോൺട്രാക്ട്സ് ഒന്നും സൈൻ ചെയ്യില്ല, സൈൻ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇനി ആരും നിങ്ങളെ കമ്പൽ ചെയ്യാനോ വരില്ല. Word went around that Queen Victoria had declared that indigo need not be sown. അപ്പൊ ക്യൂൻ വിക്ടോറിയ പറഞ്ഞു എന്താണ്, ഇനി ഇൻഡിഗോ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യണ്ട, അല്ലെ, നിങ്ങളെ അടിച്ചമർത്തിയ ഇൻഡിഗോ ഇനി നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യണ്ട. അങ്ങനെ മജിസ്ട്രേറ്റ് ആയ ലൈഡൻ വാസ് ട്രൈങ് ടു പ്ലേസ് ദ പെസൻസ് ആൻഡ് കൺട്രോൾ ആൻഡ് എക്സ്പ്ലോസീവ് സിറ്റുവേഷൻ. ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ ഒന്ന് ഇതായി അല്ലെ. ബട്ട് ഹിസ് ആക്ഷൻ വാസ് റെഡ് എ സപ്പോർട്ട് ഫോർ ദി റിബല്യൻ. ഇദ്ദേഹത്തിന്റെ ആക്ഷൻ, ഈ മജിസ്ട്രേറ്റിന്റെ ആക്ഷൻ അല്ലെ, ആഷ്ലി ഈഡന്റെ ആക്ഷൻ എന്ന് പറയുന്നത് റിബല്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ആസ് എ റിബല്യൻ സ്പ്രെഡ്, ഈ പ്രക്ഷോഭങ്ങൾ എല്ലാ സ്ഥലത്തും പടർന്നു, ന്യൂസിലൂടെ ഒക്കെ പടർന്നപ്പോ ഇന്റലക്ച്വൽസ് ഫ്രം കൽക്കട്ടയിലുള്ള പണ്ഡിതന്മാരൊക്കെ എവിടേക്ക് വന്നു, ഇൻഡിഗോ ഡിസ്ട്രിക്ട്സിലേക്ക് അവര് വന്നു. ഓക്കെ, ആൻഡ് ഇവരൊക്കെ ബുക്സ് ഇറക്കാൻ തുടങ്ങി. ദേ റോട്ട് ദ മിസറി ഓഫ് ദി റയോട്ട്സ്. ഇത്തരം കർഷകരുടെ അല്ലെ സ്ഥിതിയെ കുറിച്ച് ഒക്കെ അവർ എഴുതാൻ തുടങ്ങി. ആൻഡ് അബൌട്ട് ദ ടൈറണി ഓഫ് ദ പ്ലാന്റേഴ്സ്, ഈ പ്ലാന്റേഴ്സിന്റെ ദുഷിപ്പും അവരുടെ ആ ദൂർത്തും ഒക്കെ അല്ലെ, അവരെങ്ങനെയാണ് ഈ ഒരു കൾട്ടിവേറ്റേഴ്സിന്റെ ലൈഫ് മിസറബിൾ ആക്കി മാറ്റിയത്, അതൊക്കെ എഴുതി. ആൻഡ് ഹൊറേഴ്സ് ഓഫ് ഇൻഡിഗോ സിസ്റ്റം, ഇത്ര ഇൻഡിഗോ സിസ്റ്റം കൊണ്ടുവന്ന ഒരു ഹൊറേഴ്സ്, എന്തൊക്കെ മിസറബിൾ കണ്ടീഷൻ ആണെന്നും അവർ ഡെപ്പിക്ട് ചെയ്തു കേട്ടോ. And worried by the rebellion, the government brought military to protect the planters from assault and set up the Indigo Commission to inquire into the system of indigo production. അങ്ങനെ ഗവൺമെന്റ് എന്താണ് ഈ മിലിറ്ററിനെ പുറത്തിറക്കി. എന്തിനു വേണ്ടി? മിലിറ്ററി ഫോഴ്സസിനെ ഇറക്കി ഈ ഇൻഡിഗോ പ്ലാന്റേഴ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഈ കൾട്ടിവേറ്റേഴ്സ് ഒക്കെ ഇവരെന്താണ് ആക്രമിക്കുന്നതെന്ന് തടയാൻ വേണ്ടിയിട്ട് മിലിറ്ററി ഫോഴ്സിനെ ഇറക്കി. ആൻഡ് ഓൾസോ ഒരു ഇൻഡിഗോ കമ്മീഷൻ ഇറക്കി. എന്തിനാണ്? ഇനിയും ഇൻഡിഗോ പ്രൊഡക്ഷൻ എൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ആ ഒരു സിസ്റ്റം ഇനിയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നോക്കിയത് അല്ലെ. ഓക്കെ, അങ്ങനെ ഈ കമ്മീഷൻ, ഇൻഡിഗോ കമ്മീഷൻ കൊണ്ടുവന്നപ്പോൾ the planters guilty and criticized them for the coercive methods they used with the indigo cultivators. ഇത്തരം എന്താണ് ഇനി ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിനോട് ഇത്തരം എന്താണ് പെരുമാറ്റം പാടില്ല എന്നും പറഞ്ഞു. ഓക്കെ, ഇൻഡിഗോ കമ്മീഷനില് അങ്ങനെ ഡിക്ലെയർ ചെയ്തു ഗവൺമെന്റ് ഇൻഡിഗോ പ്രൊഡക്ഷൻ വാസ് നോട്ട് പ്രോഫിറ്റബിൾ ഫോർ റയോട്ട്സ് അല്ലെ. ഈ ഇവർക്ക് മാത്രമല്ല കൂടുതൽ പ്രോഫിറ്റ് ഉള്ളൂ, ഈ റയോട്ട്സിന് കൾട്ടിവേറ്റേഴ്സിന് ഇൻഡിഗോ പ്രൊഡക്ഷൻ അത്ര പ്രോഫിറ്റബിൾ അല്ല എന്നുള്ളൊരു ഇത് വന്നു. Okay, and the commission asked the ryots to fulfill their existing contract, but also told them they could refuse to produce indigo in future. എന്ന് വെച്ചാൽ നിങ്ങള് എന്ത് ചെയ്യാം, ഇത്തരം കോൺട്രാക്ട് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
നല്ല രീതി എന്ത് ചെയ്യാം, റെഫ്യൂസ് ചെയ്യാം. ഇനി ഇൻഡിഗോ ഒന്നും കൾട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല, ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിലും ഇനി ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തു. ആൻഡ് ആഫ്റ്റർ ദ റിവോൾട്ട് ഇൻഡിഗോ പ്രൊഡക്ഷൻ കൊളാപ്സ്ഡ് ഇൻ ബംഗാൾ. അങ്ങനെ ഇത്തരം ഒരു കമ്മീഷന്റെ നിലപാടോടെ അവിടെ ഇൻഡിഗോ പ്രൊഡക്ഷൻ അവിടെ ഡിക്ലൈൻഡ് ആയി, നിർത്തലാക്കി എന്നാണ് പറയുന്നത്. But the planters now shifted their operation to Bihar. പക്ഷെ അവരുടെ പണിയൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ പ്ലാന്റേഴ്സ്. അവർ ബംഗാളിൽ നിന്ന് ബീഹാറിലേക്ക് പോയി എന്നാ പറയുന്നേ. Okay. With the discovery of synthetic dyes in late 19th century, their business was severely affected. അങ്ങനെ സിന്തറ്റിക് ഡൈസ് ഉണ്ടായി, നാച്ചുറൽ ആയിട്ടുള്ള ഡൈസ് ഉണ്ടാക്കുന്നതിൽ നിന്ന് സിന്തറ്റിക് ഡൈസ് വന്നപ്പോ ഈ പ്ലാന്റേഴ്സിന് വലിയ രീതിയിൽ അവരെ ബാധിച്ചു. ബട്ട് yet they managed to expand production. പക്ഷെ ഇപ്പോഴും ഇൻഡിഗോ കൾട്ടിവേഷൻ അവർക്ക് വലിയ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് ഈ പ്ലാന്റേഴ്സിന്. ഓക്കെ, നോക്കിക്കേ. when Mahatma Gandhi returned from South Africa, okay, മഹാത്മാ ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്താണ് വന്നതിന് ശേഷം a peasant from Bihar persuaded him to visit Champaran. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി വന്നതിന് ശേഷം ഒരു ബീഹാറിൽ നിന്നുള്ള ഒരു പെസന്റ് അല്ലെ, ഒരു കൃഷിക്കാരൻ വന്നിട്ട് പറഞ്ഞു ചാമ്പാരൻ വിസിറ്റ് ചെയ്യൂ ആൻഡ് സീ ദ പ്ലൈറ്റ് ഓഫ് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് ഡേ. അവിടെയുള്ള ചാമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ജനങ്ങൾ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ്, ഈ കുറെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്ത കർഷകരുണ്ട്, അവരുടെ അവസ്ഥയൊന്ന് വന്നു നോക്കൂ എന്ന് മഹാത്മാഗാന്ധിജിനോട് വൺ ഓഫ് ദി പെസന്റ് ഓഫ് ബീഹാർ പറഞ്ഞു കേട്ടോ. ഓക്കെ, ആൻഡ് മഹാത്മാഗാന്ധി Gandhi's visit in 1917 marked the beginning of the Champaran movement against the indigo planters. Okay, അങ്ങനെയാണ് മഹാത്മാഗാന്ധി 1917 ചാമ്പാരൻ വിസിറ്റ് ചെയ്തു അല്ലെ. അതാണ് ചാമ്പാരൻ മൂവ്മെന്റ്, ദാറ്റ് ഇസ് അഗെയിൻസ്റ്റ് ഇൻഡിഗോ പ്ലാന്റേഴ്സിനെതിരെ ചാമ്പാരൻ മൂവ്മെന്റ് സെറ്റപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് ഇൻ 1917 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി അല്ലെ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മെയിൻലി ഈ ഒരു സെഷനില്? പെർമനന്റ് സെറ്റിൽമെന്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. വലിയ രീതിയിൽ എന്താണ് പെർമനന്റ് സെറ്റിൽമെന്റ് ഇതാക്കി അല്ലെ. ഈ ജമീൻദാസിനെ ഒക്കെ മെയിൻലി അവര് ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരെ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ പീപ്പിളിന് ഇടയിൽ ലോൺസ് ഉണ്ടാക്കിയിട്ട് വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ നോക്കിയപ്പോ അത് നടന്നില്ല. പിന്നെ റോഡ് വാരി സിസ്റ്റം വന്നു. മെയിൻലി എന്താണ് ഈ ആളുകൾക്ക് അല്ലെ, റോഡ് വാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻലി എന്താണ് ഈ പെസൻസിന് മേലിൽ ഇതാക്കിയിട്ട് കൂടുതൽ ലോൺ ഇതാക്കിയിട്ട് കൂടുതൽ ക്രോപ്സ് യൂറോപ്പിലേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിഗോ കൾട്ടിവേഷൻ തുടങ്ങി. അതിനുവേണ്ടി പല കോൺട്രാക്റ്റിലും അവർ സൈൻ ചെയ്യിപ്പിച്ചു. എന്താണ്, എല്ലാ ക്യാഷും അഡ്വാൻസ് ആയി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന കോൺട്രാക്ട് വില്ലേജ് ഹെഡ്സ്മാനും അതുപോലെ തന്നെ പെസന്റ് ആയിട്ടുള്ള കൾട്ടിവേറ്റേഴ്സും എന്ത് ചെയ്തു, സൈൻ ചെയ്ത് കൊടുക്കുകയുണ്ടായി. അത് വലിയ രീതിയിലുള്ള ലാഭം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും ഇവർ പല രീതിയിൽ പല റിവോൾട്ട് നടത്തിയിട്ട് പറഞ്ഞു ഇനി ഞങ്ങൾ ഇത്തരം ഇതിൽ സോഷ്യലി അവർ ബോയ്ക്കോട്ട് ചെയ്തു ഈ പ്ലാന്റേഴ്സിന്റെ ഇതിലുള്ള വർക്ക്. എന്നിട്ട് വർക്ക് ബോയ്ക്കോട്ട് ചെയ്തു. അങ്ങനെ ഗവൺമെന്റ് വന്നു. ലഫ്റ്റനന്റ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ആഷ്ലി ഈഡൻ പറഞ്ഞു ഇനി എത്തരത്തിലുള്ള നിങ്ങൾ കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്യേണ്ട, ഇൻഡിഗോ കൾട്ടിവേഷൻ ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് കുറെ മിലിറ്ററിനെയൊക്കെ ഫോഴ്സിനെയൊക്കെ ഇതാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇത് വന്നു, ഇനി ഇത്തരത്തിലുള്ള ഇൻഡിഗോ കൾട്ടിവേഷൻ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെന്താണ്, ഈ ഒരു പ്ലാന്റേഴ്സ് ബീഹാറിൽ പോയിട്ട് പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുകയാണ് ഈ കൾട്ടിവേഷൻ അല്ലെ. അങ്ങനെ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചാമ്പാരൻ മൂവ്മെന്റ് വന്നു. അന്ന് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അന്ന് അവിടെ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ടൈമില് ഒരു പെസന്റ് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തു. ബീഹാറിലുള്ള ഒരു പെസന്റ് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുകയും അവര് പറഞ്ഞു എന്താണ്, മെയിൻലി ഒന്ന് ബീഹാറിലുള്ള ഞങ്ങൾ ചാമ്പാരൻ എന്നൊരു സ്ഥലം വിസിറ്റ് ചെയ്യണം, അത് കൂടുതൽ ഞങ്ങൾക്കൊരു സമാധാനമായിരിക്കും. അവിടെ കുറെ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് ഉണ്ട്, ഒരു അത്രയും നല്ല പിച്ചബിൾ കണ്ടീഷനാണ്, ഞങ്ങള് പൂർ കണ്ടീഷനിലാണ്, ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ 1970 ഗാന്ധിജി അവിടെ വിസിറ്റ് ചെയ്തപ്പോഴാണ് ചാമ്പാരൻ മൂവ്മെന്റ് അവിടെ സെറ്റപ്പ് ചെയ്തത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു.